നമസ്കാരം, ഇവർക്ക് ഡെയിലി ന്യൂസിന്റെ സെഷനിലേക്ക് സ്വാഗതം. ഹിന്ദു ന്യൂസ് പേപ്പറിൽ ആർട്ടിക്കിൾസ് ആണ്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾ നമ്മൾ നോക്കാൻ പോകുന്നത് ടാക്സ് ഹൈ ഫാറ്റ് സോൾട്ട് ഷുഗർ കണ്ടന്റ് ഫുഡ്സ് വ്യൂ ഇറ്റ് ആസ് എ പബ്ലിക് ഹെൽത്ത് ഇമ്പരേറ്റീവ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ആർട്ടിക്കിൾ എന്തുകൊണ്ടാണ് ഇന്നിപ്പോൾ എഡിറ്റോറിയൽ പേജിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലാൻസെറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റഡി ജേണൽ ഉണ്ട്. ആ സ്റ്റഡി ജേണലിൽ ഈ പറഞ്ഞ പോലെ ഒരു പബ്ലിക്കേഷനകത്ത് റീസെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്ന ഇപ്പോൾ ഒരു സൈലന്റ് കില്ലർ ആയിട്ട് ബേസിക്കലി ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് ഇന്ത്യയുടെ ഒരു ആസ്പെക്റ്റിൽ മാത്രമല്ല, ലോകമെമ്പാടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ എസ്പെഷ്യലി യൂത്ത് ഈ പറഞ്ഞ പോലെ മരണമടയുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറയുന്നത് ഹാർട്ട് ഡിസീസസ് പോലുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് ബേസിക്കലി പറയുന്നത്. കാരണം ഇതൊക്കെ ബേസിക്കലി പറയുവാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൂടുതലായിട്ടും ആളുകളിലേക്ക് പടരുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു എക്സസൈസോ കാര്യങ്ങളോ ബേസിക് ആയിട്ട് വരുന്നില്ല, പിന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്ററി ഹാബിറ്ററ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർന്ന് വരുമ്പോഴേക്കുമാണ് ജനങ്ങൾ ഇത്തരത്തിലുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ബേസിക്കലി കൂടി വരുന്നതായിട്ട് പറയപ്പെടുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ ആംഗിളിലാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ വർഷാവർഷം 1.2 മില്യൺ, അതായത് ഏകദേശം പറയുവാണെങ്കിൽ 12 ലക്ഷത്തോളം ആളുകളാണ് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ മരണമടയുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ പറഞ്ഞ ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒബേസിറ്റിയുടെ ഭാഗമായിട്ട് ഇത്തരത്തിൽ ചെറുപ്രായത്തിന് വലിയ രീതിയിൽ പറഞ്ഞ പോലെ പ്രായമാകാണ്ട് തന്നെ താരതമ്യേന യങ് സ്റ്റേജിലാണ് ഇതിൽ 12 ലക്ഷത്തിൽ ഭൂരിഭാഗം ആൾക്കാരും മരണമടയുന്നത് എന്നുള്ളതാണ് വലിയ ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യം. സോ അതുകൊണ്ടിട്ടാണ് ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ അൺഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റാറ്റ്സിനെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് ലോകമെമ്പാടും നോക്കിയപ്പോൾ പല പല രാജ്യങ്ങളിലെ ഗവൺമെന്റുകളും ഇത്തരത്തിൽ ഹൈ ഫാറ്റ് സോൾട്ട് ഷുഗർ കണ്ടന്റ് ആയിട്ടുള്ള ഫുഡുകൾ ബേസിക്കലി ടാക്സ് ചെയ്യാറുണ്ട്. സോ അത്തരത്തിൽ നിലവിൽ പറയുവാണെങ്കിൽ ഇന്ത്യയിൽ കറന്റ് നോക്കുവാണെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുക ഒരു ടാക്സ് സിസ്റ്റം നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ബട്ട് നമ്മൾ അതിനെ ചെയ്യുന്ന താരതമ്യം നമ്മുടെ GSTക്ക് അത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന്റെ ഭാഗമായിട്ട് ചെറിയ ഈ പറഞ്ഞ പോലെ ഒരു പെനാൽറ്റി രീതിയിൽ ഈ പറഞ്ഞ പോലെ ടാക്സുകൾ ഈടാക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഡയറക്റ്റ്ലി ഈ പറഞ്ഞ പോലെ ഇത്തരത്തിൽ ഹൈ ഫാറ്റ് സോൾട്ട് ഷുഗർ കണ്ടന്റ് ഫുഡുകളിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ നമ്മുടെ ജർമ്മനിയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹംഗറി പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്ന പോലെ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ഹൈ ഫാറ്റ് കണ്ടന്റ് ഗുഡ്സിന് ഫുഡ് പ്രോഡക്ട്സ് ബേസിക്കലി നമ്മൾ ടാക്സുകൾ അങ്ങനെ ഈടാക്കാറില്ല. സോ അതിനെ അങ്ങനെ ഈടാക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള അൺഹെൽത്തി ഫുഡ് ഈറ്റിംഗ് ഹാബിറ്റാറ്റ്സിന് കുറേയൊക്കെ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്നുള്ള രീതിയിലേക്കാണ് ഈ ഒരു ആർട്ടിക്കിൾ ബേസിക്കലി നമ്മളോട് പറഞ്ഞു നൽകുന്നത്. അപ്പോൾ എന്തായാലും ഇതാണ് ഇതിന്റെ ഒരു ഓവർവ്യൂ ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. സോ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ റീസെന്റ് 2019 വേൾഡ് ബാങ്ക് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന ലോകത്തെമ്പാടും നോക്കിക്കഴിഞ്ഞാൽ 70% ഓഫ് ഓൾ ഓവർ വെയിറ്റ് ആൻഡ് ഒബീസ് പീപ്പിൾ ലിവ് ഇൻ ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസ് ആണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ അസുഖങ്ങൾ കൂടി വരുമ്പോഴേക്കും ഈ പറഞ്ഞ രീതിയിൽ ഇന്ത്യ പോലുള്ള ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസ് എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് തീർച്ചയായിട്ടും ഇന്ത്യ വരും, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെയാണ് തീർച്ചയായിട്ടും അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെ ഓൾറെഡി ഈ പറഞ്ഞ പോലെ ഇവർക്ക് ഡെവലപ്മെന്റ് ഭാഗമായിട്ട് ഒരുപാട് പൈസ എക്കണോമിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന്റെ സാഹചര്യത്തിൽ ഇങ്ങനെ ഓവർ വെയിറ്റും ഒബേസിറ്റിയും ആയിട്ടുള്ള ജനങ്ങളുടെ കാര്യത്തിലേക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോഴേക്കും ഡെവലപ്മെന്റൽ കൺസേൺസ് അവിടെ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഈ ഒരു പോയിന്റിലൂടെ സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ലോകമെമ്പാടും നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഓവർ വെയിറ്റും ഒബേസ് ആയിട്ടുള്ള ആളുകൾ കൂടുതലും കഴിയുന്ന റൂറൽ ഏരിയാസും കൂടെ 55% റൈസ് ഇൻ റൂറൽ ഏരിയാസ് അക്രോസ് ദ ഗ്ലോബ് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഹൈ ഇൻകം കൺട്രീസിന്റെ പ്രോബ്ലം ആയിട്ടല്ല ഇതിനെ മാറ്റപ്പെടേണ്ടത്, അതോ അർബൻ ഏരിയാസിന്റെ പ്രോബ്ലം ആയിട്ട് മാത്രമല്ല ഇതിനെ കണക്കാക്കേണ്ടത്. ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസും അതേപോലെ റൂറൽ ഏരിയാസിന്റെ ഒരു പ്രശ്നമായിട്ടും ഈ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സിനെ കണക്കാക്കണം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഇനി ഇതിനകത്ത് വിശദമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് കണക്കുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇന്ത്യയുടെ ആംഗിളിലാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ ഈ പറഞ്ഞ പോലെ എണ്ണം വർദ്ധിച്ചിരിക്കുന്ന നോക്കിക്കഴിഞ്ഞാൽ 1990s ഇത് വെറും 38% 2019 ആയപ്പോഴേക്കും 65% മാറി എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഇന്നിപ്പോൾ ഓരോ വർഷം നോക്കുവാണെങ്കിൽ 12 ലക്ഷത്തോളം ഡെത്തുകൾ, അതായത് 1.2 മില്യൺ ഡെത്ത്സ് ആണ് ഇന്ത്യയിൽ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ ഭാഗമായിട്ട് മാറുന്നത്. ഇനി ഇത്തരത്തിലുള്ള അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾ ഈ പറഞ്ഞ പോലെ ആരോഗ്യ മേഖലയിൽ സ്പെൻഡ് ചെയ്യുന്ന പൈസയുടെ അളവ് നോക്കിക്കഴിഞ്ഞാൽ 2017 അത് $23 ബില്യൺ ആയിരുന്നു. ഇന്ത്യയുടെ കാര്യത്തിൽ മാത്രം കേട്ടോ, $23 ബില്യൺ ആയിരുന്നുവെങ്കിൽ അത് 2060 ആകുമ്പോഴേക്കും $480 ബില്യൺ ആയിട്ട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ 20 ടൈംസ് ഇപ്പോൾ ജനങ്ങൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഒരു 20 മടങ്ങ് വർദ്ധിച്ചേക്കാം എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കുന്നത് ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസിലാണ്. കാരണം നമുക്ക് ഡെവലപ്മെന്റ് ഭാഗമായിട്ട് എക്കണോമിയിലേക്ക് ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ആ പൈസ നമുക്ക് എങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും, ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് വേണ്ടി ട്രീറ്റ് ചെയ്യാനായിട്ട് ഡൈവേർട്ട് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇനി വേറൊരു രീതിയിൽ അപ്പം ഹെൽത്ത് മേഖലയിൽ ഈ പറഞ്ഞ എക്സ്പെൻഡിച്ചർ കൂടും എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇനി വേറൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റിസോഴ്സസ് ഒരുപാട് ഇത്തരത്തിലുള്ള പ്രോസസ്ഡ് ഫുഡ് ഇൻഡസ്ട്രീസ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇത്തരത്തിൽ പാക്കേജ്ഡ് ആയിട്ടുള്ള ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് ആണ് നമ്മുടെ രാജ്യത്തെ ഓൾമോസ്റ്റ് 50 to 60% എഡിബിൾ ഷുഗർ, സോൾട്ട്, ഫാറ്റ് ഒക്കെയാണല്ലോ ഈ പറഞ്ഞ പോലെ കൺസ്യൂം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പ്രോസസ്ഡ് ഫുഡ് ഇൻഡസ്ട്രീസ് ആണ്. സോ അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിലേക്ക് റിസോഴ്സസ് ഒരുപാട് ഹെൽത്ത് മേഖലയിലെ എക്സ്പെൻഡിച്ചർ കൂട്ടാനും ഇടയാക്കിയേക്കാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ
നമ്മുടെ രാജ്യത്തെ റിസോഴ്സസും ഇവർ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഉപയോഗിക്കാനായിട്ട് ഇടയാക്കിയേക്കാം എന്നുള്ളതുമാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് രീതിയിലും നമുക്ക് നമ്മുടെ രാജ്യത്തിന് വെല്ലുവിളി ഉണ്ടാക്കുന്നതാണ് ഇത്തരത്തിലുള്ള പാക്കേജ്ഡ് ഫുഡ് ഇൻഡസ്ട്രീസ് എന്നുള്ള കാര്യം നോക്കുക. സംഭവം ശരിയാണ്, ഇവർക്ക് ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതേ സ്ഥാനത്ത് ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് റിസ്കുകളും ഇത് എക്കണോമിയിൽ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ. അപ്പോൾ അതിനെ തടയാനായിട്ടാണ് മിക്ക രാജ്യങ്ങളും ടാക്സേഷൻ ഒരു മാർഗമായിട്ട് സ്വീകരിക്കാറുണ്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ ഫ്രാൻസ്, ഡെൻമാർക്ക്, മെക്സിക്കോ, UK പോലെ, US പോലെ രാജ്യങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളെ ടാക്സേഷന് വേണ്ടിയിട്ട് ഇപ്പം വിധേയമാക്കാറുണ്ട്. ഹൈ ഫാറ്റ്, സോൾട്ട്, ഷുഗർ ഫുഡുകൾക്ക് ഈ പറഞ്ഞ ഡെഡിക്കേറ്റഡ് ആയിട്ട് ടാക്സുകൾ ഈടാക്കാറുണ്ട്. ഇപ്പം ഇന്ത്യയുടെ ആംഗിളിൽ നമ്മൾ അത്തരത്തിൽ നോക്കുവാണെങ്കിൽ കേരളം പണ്ട് 2016 ഒരു ഫാറ്റ് ടാക്സ് എന്ന് പറഞ്ഞ് ഈടാക്കാറുണ്ടായിരുന്നു. ഇതുപോലെയുള്ള പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സിന് മേളിൽ ഫാറ്റ് ടാക്സ് ഉണ്ടായിരുന്നു. പക്ഷേ GST വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് ലയിക്കുകയാണ് ചെയ്തത്. ഇപ്പം നിലവിൽ പറയുവാണെങ്കിൽ ഇത്തരത്തിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹൈ ഫാറ്റ്, സോൾട്ട്, ഷുഗർ കണ്ടന്റ് ഫുഡുകൾക്ക് ടാക്സ് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ ഒരു ടാക്സേഷൻ ഇല്ല എന്നുള്ളൊരു കാര്യം ഓർക്കുക. ആകെപ്പാടെ നമ്മൾ GSTക്കകത്ത് ഈ പറഞ്ഞ പോലെ കോമ്പൻസേഷൻ സിൻ ആയിട്ട് ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള കൂടുതൽ പ്രോഡക്ട്സ് വരുന്നത് 28%-ലാണ് GSTക്കകത്ത് വരുന്നത്. കൂടുതലൊരു കോമ്പൻസേഷൻ ടാക്സും കൂടെ ഈടാക്കാറേ ഉള്ളൂ. അല്ലാണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഹൈ ഫാറ്റ്, സോൾട്ട്, ഷുഗർ കണ്ടന്റ് ടാക്സുകൾ നമ്മൾ ഈടാക്കാറില്ല. സോ അങ്ങനെയുള്ള ടാക്സുകൾ ഈടാക്കണം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ പ്രധാനമായിട്ട് പറയുന്നത്. കാരണം അങ്ങനെ ഒരു ടാക്സേഷൻ കൂടി വരുമ്പോഴേക്കും ഇപ്പോൾ 50 രൂപയ്ക്ക് കിട്ടുന്ന പ്രൊഡക്റ്റുകൾക്ക് കൂടുതൽ ടാക്സും കൂടി വരുമ്പോഴേക്കും അത് ചിലപ്പോൾ 75 രൂപയിലേക്ക് മാറിയേക്കാം. അങ്ങനെ ഹൈ പ്രൈസ് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് കാണുമ്പോഴേക്കും ജനങ്ങൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അവർ അത്തരത്തിലുള്ള ആഹാര സാധനങ്ങൾ വാങ്ങി കൺസ്യൂം ചെയ്യുന്നത് പതുക്കെ കുറച്ചേക്കും. കാരണം കൂടുതൽ പ്രൈസ് കൊടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെ ഡിമാൻഡ്, തങ്ങളുടെ പ്രൊഡക്റ്റുകൾക്ക് ഡിമാൻഡ് കുറയുന്നത് കാണുമ്പോഴേക്കും കമ്പനികളാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പതുക്കെ കുറയുകയും അവർ ഈ പറഞ്ഞ പോലെ നാച്ചുറലി ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിർമ്മിക്കാനായിട്ട് കമ്പനികൾ ഓട്ടോമാറ്റിക്കലി ശ്രമിച്ചോളും എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നല്ലൊരു ഫുഡ് ഗ്രേഡിംഗ് സിസ്റ്റവും നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിക്കണം. ഇപ്പം നമ്മുടെ ഇവിടെ നോക്കുവാണെങ്കിൽ മിക്ക പ്രൊഡക്റ്റുകളുടെയും പുറകിൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ ഇതിനകത്ത് കണ്ടെയ്ൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പ്രൊഡക്റ്റുകളുടെയും ബാക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അവിടെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇതിനകത്ത് എന്തൊക്കെയാണ്. ഇപ്പോൾ ഷുഗർ എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇതിനകത്ത് എത്രത്തോളം ഷുഗർ എന്നുള്ളത്. പക്ഷേ ഷുഗർ എന്നായിരിക്കത്തില്ല പലപ്പോഴും ഷുഗറിന് മറ്റു പല ഫോംസിന്റെ പേരായിരിക്കും. ഇപ്പം മാൽട്ടോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സുക്രോസ് ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കാണുമ്പോഴേക്കും ഇത് ഷുഗർ ആണെന്നുള്ളത് നോർമൽ ഒരാൾക്ക് ചിലപ്പോൾ മനസ്സിലാകണം നിർബന്ധമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ മനസ്സിലാക്കാൻ പാകത്തിൽ ന്യൂട്രീഷണൽ ലിറ്ററസി നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കണം. അതേപോലെ തന്നെ ഒരു എഫക്റ്റീവ് ഗ്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവരണം. ഫുഡുകൾക്കാണെങ്കിൽ ഒരു എഫക്റ്റീവ് ഗ്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവരണം. ഇപ്പോൾ മിക്ക രാജ്യങ്ങളും നമ്മൾ നോക്കുവാണെങ്കിൽ, യൂറോപ്യൻ കൺട്രീസ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഫുഡ് പ്രൊഡക്ട്സിന് സ്റ്റാർ റേറ്റിംഗ്സ് കൊടുക്കാറുണ്ട്. 5 സ്റ്റാർ, 4 സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ റേറ്റിംഗ്സ് കൊടുക്കാറുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആ പ്രൊഡക്റ്റിന് കിട്ടും. അപ്പോൾ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും തങ്ങൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ആരോഗ്യപരമായിട്ട് നല്ലതാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മോശമാണോ എന്നുള്ള കാര്യം എഫക്റ്റീവായിട്ട് എളുപ്പം ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു എഫക്റ്റീവ് ഫുഡ് ലേബലിംഗ് സിസ്റ്റം നമ്മൾ കൊണ്ടുവരാൻ സാധിക്കണം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. ഇല്ല എങ്കിൽ നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ പോലെ റിസോഴ്സ് ഡിപ്ലീഷനിലേക്ക്, ഹ്യൂമൻ റിസോഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എക്കണോമിക് റിസോഴ്സ് ആയിട്ടുള്ള അതിന്റെ ഡിപ്ലീഷനിലേക്ക് ഇത് വഴിതെളിക്കും എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിനകത്ത് പ്രധാനമായിട്ട് നമ്മളോട് പറഞ്ഞു നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യുവാണെങ്കിൽ ഇത് നമ്മൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കണോമിക്സിന്റെയും എക്കോളജിയുടെയും ആംഗിളിൽ തന്നെയാണ് ഈ ഒരു ആർട്ടിക്കിളിനെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യാസ് എത്തനോൾ കൺട്രം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിലേക്ക് കടക്കുന്ന നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ഇന്ത്യയുടെ ആംഗിൾ നമ്മൾ നോക്കുവാണെങ്കിൽ എത്തനോൾ പ്രൊഡക്ഷൻ നമ്മളിപ്പോൾ ഒരുപാട് കൂട്ടുന്നുണ്ട്. അതേപോലെ തന്നെ 2025 ആകുമ്പോഴേക്കും നമ്മുടെ എത്തനോൾ ബ്ലെൻഡഡ് പ്രോഗ്രാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ടോട്ടൽ ഇപ്പം നമ്മൾ 1 ലിറ്റർ പെട്രോൾ എടുക്കുകയാണെങ്കിൽ അതിൽ 20%, അതായത് 1 ലിറ്റർ പെട്രോൾ എടുക്കുകയാണെങ്കിൽ അതിൽ 20 മില്ലി ലിറ്റർ എങ്കിലും ഈ പറഞ്ഞ പോലെ നമുക്ക് അല്ലെങ്കിൽ 20% എത്തനോൾ മിക്സ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുക. 2025 ആകുമ്പോഴേക്കും 20% എത്തനോൾ ബ്ലെൻഡിങ് ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ നമ്മുടെ ടോട്ടൽ എനർജി കൺസംഷൻ്റെ 84% നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഓയിൽ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ 84%ഓളം ഇമ്പോർട്ട് ചെയ്യുന്നത്, വിദേശത്ത് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യാം. ആകെ 16% നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രത്തോളം ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടിട്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്പോർട്ട് ബില്ല് വർദ്ധിക്കുകയും അത് പിന്നീട് നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റിലേക്കൊക്കെ പോകുന്ന പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മറികടക്കാനായിട്ടാണ് ഗവൺമെന്റ് ഈ എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാമിലേക്ക് നമ്മൾ കടന്നു പോകും. അതിങ്ങനെ പതുക്കെ 2013-14 കാലഘട്ടം തൊട്ട് നമ്മൾ തുടങ്ങിയതാണ്. അവിടെ വന്ന് 2013-14 കാലഘട്ടം നോക്കുവാണെങ്കിൽ 1.6% ആയിരുന്നു എത്തനോൾ ബ്ലെൻഡിംഗ് ഉണ്ടായിരുന്നത്. അത് പിന്നീട് ഈ പറഞ്ഞ പോലെ ഇപ്പം നിലവിൽ 2022-23 ആകുമ്പോഴേക്കും 11% എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്രോക്സിമേറ്റ്ലി 12% വരെ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് 2025 ആകുമ്പോഴേക്കും 20%. ഇപ്പം നമ്മൾ നിൽക്കുന്നത് 11.8% നിൽക്കുന്നത് ബ്ലെൻഡിംഗ് ലെവൽ നോക്കുവാണെങ്കിൽ. അത് 2025 ആകുമ്പോൾ വിത്തിൻ ഒരു 2 വർഷത്തിനുള്ളിൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 20%. അപ്പോൾ തീർച്ചയായിട്ടും ഈ 2 വർഷത്തിനുള്ളിൽ ഇത്രയും ശതമാനം വർധനവ് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്ക് ഒരു ചലഞ്ചും ഇതിനകത്ത് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
പ്രധാനമായിട്ടും നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ ഒരു എത്തനോൾ ആണെങ്കിൽ ഉൽപ്പാദിപ്പിക്കും. ഇപ്പം നമ്മൾ തൊട്ട് പറഞ്ഞ കണക്കുകളാണ് ഇവിടെ നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ഈ എത്തനോളിന്റെ കാര്യത്തിലേക്ക് നോക്കുവാണെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട വസ്തുക്കളിൽ നിന്നാണ് നമ്മൾ ഈ എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിപ്പോൾ നോക്കുവാണെങ്കിൽ ബ്രസീൽ ആയിക്കോട്ടെ, ബ്രസീലും അതുപോലെ ഇന്ത്യയൊക്കെയാണ് പ്രധാനമായിട്ട് ഷുഗർ കെയിനിൽ നിന്നുമാണ് ഈ എത്തനോളിന്റെ പ്രൊഡക്ഷൻ. ഷുഗർ കെയിൻ്റെ മൊളാസസ്, അതായത് ഷുഗർ കെയിനിൽ നിന്നും ഷുഗർ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് കിട്ടും നമുക്ക് ആ ഷുഗറിന്റെ മൊളാസസ് ഉണ്ട്, ഷുഗർ കെയിൻ മൊളാസസ്. അതിൽ നിന്നുമാണ് ഇന്ത്യയും ബ്രസീലും ഒക്കെ പ്രധാനമായിട്ടും എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ US ആയിക്കോട്ടെ, ചോളത്തിൽ നിന്നുമാണ് ഈ പറഞ്ഞ പോലെ എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ടും ലോക രാജ്യങ്ങളൊക്കെ തന്നെ എത്തനോൾ പ്രൊഡക്ഷൻ കൊണ്ടുവരുന്നുള്ള ഒരു കാര്യം ഓർക്കാം. അപ്പോൾ ഈ എത്തനോളിന്റെ പ്രൊഡക്ഷൻ ആണെങ്കിൽ നമ്മൾ വേൾഡ് വൈഡ് നോക്കിക്കഴിഞ്ഞാൽ വർദ്ധിച്ചത് 2000 to 2014, 2000 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ എത്തനോളിന്റെ പ്രൊഡക്ഷൻ ഇത്രത്തോളം കൂടാൻ കാരണമായത്. കാരണം ഈ ടൈം പീരീഡിലായിരുന്നു ഗ്ലോബൽ മാർക്കറ്റിൽ പെട്രോളിയം പ്രൊഡക്റ്റുകളുടെ വില വർദ്ധിച്ചത്. അപ്പോൾ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള പെട്രോളിയത്തിന്റെ വില, ഇൻക്രീസ്ഡ് ആയിട്ടുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഈ പറഞ്ഞ പോലെ അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോക രാജ്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ടൈം പീരീഡിൽ എന്ത് ചെയ്തത്, എത്തനോൾ ബ്ലെൻഡിങ് അല്ലെങ്കിൽ എത്തനോളിലേക്ക് അവരുടെ കോൺസെൻട്രേഷൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെ മാറ്റി കഴിഞ്ഞപ്പോഴേക്കും മറ്റ് പല പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധിച്ചു. എസ്പെഷ്യലി കോൺ ഉപയോഗിച്ച് US പോലുള്ള രാജ്യങ്ങളിൽ കോൺ ഉപയോഗിച്ചാണ് എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. കോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രധാനപ്പെട്ട ഒരു ആഹാര വസ്തുവാണ്. ലൈഫ് സ്റ്റോക്ക് ഫീഡിങ്ങിന് ഉപയോഗിക്കുന്നതാണ് ഈ കോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺ മുഴുവൻ ഉൽപ്പാദിപ്പിക്കുന്ന കോൺ മുഴുവൻ ഈ എത്തനോൾ പ്രൊഡക്ഷന് വേണ്ടി ഡൈവേർഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പുറത്ത് നമുക്ക് ആഹാരത്തിന് വേണ്ടിയിട്ട് കോൺ കിട്ടാത്തൊരവസ്ഥ വരികയും അവിടെ ഈ പറഞ്ഞ പോലെ ഫുഡ് ഇൻഫ്ലേഷൻ വരികയും ചെയ്തു. എന്നാൽ ഷുഗർ കെയിൻ്റെ കാര്യത്തിൽ അത്ര വലിയ പ്രശ്നം വന്നില്ല. കാരണം അത് ഡയറക്റ്റ്ലി പറഞ്ഞ പോലെ ഷുഗർ എക്സ്ട്രാക്ഷന് ശേഷമാണല്ലോ, അതിന്റെ വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവിടെ അത്ര വലിയ പ്രശ്നം വന്നില്ല. എന്നാൽ കോൺ ഉപയോഗിച്ചിട്ട് എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഫുഡ് ഇൻഫ്ലേഷൻ വരാനും തുടങ്ങി. അപ്പോൾ അങ്ങനെ വല്ല പ്രശ്നങ്ങളും ഇതിന് ഉണ്ടാകുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഓർക്കുക. അതുകൊണ്ടിട്ടാണ് 2014 കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അന്താരാഷ്ട്ര മാർക്കറ്റിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില താഴേക്ക് കുറഞ്ഞു. ഈ 2000 മുതൽ 2014 വരെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിച്ചതായിരുന്നു ലോക രാജ്യങ്ങളെ ഈ എത്തനോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ 2014 ശേഷം ഇപ്പോഴും നമ്മൾ നോക്കുവാണെങ്കിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ എണ്ണയുടെ വില, ഓയിലിന്റെ വില ഈ പറഞ്ഞ താഴേക്ക് പോകുന്നുകൊണ്ടിരിക്കുക. അപ്പോൾ മിക്ക രാജ്യങ്ങളും നോക്കുമ്പോഴേക്കും ഈ എത്തനോൾ ഈ പറഞ്ഞ പോലെ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേക്കും അത്രയും വരുന്നില്ല ഇപ്പോഴത്തെ കറണ്ട് പെട്രോളിയം പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് US പോലുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്, അവിടെ ഈ ഫുഡ് ഇൻഫ്ലേഷൻ വന്ന കാരണം അവർ പതുക്കെ ഈ എത്തനോളിന്റെ പ്രൊഡക്ഷൻ പതുക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്ത്യയുടെ ആംഗിൾ നോക്കുവാണെങ്കിൽ വലിയ പ്രശ്നം നമുക്ക് വരാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ കെയിനിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ ഷുഗർ കെയിനെ മാത്രം ആശ്രയിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് 2025 ആകുമ്പോഴേക്കും ആ ഒരു 20% ബ്ലെൻഡിങ് ലെവലിലേക്ക് എത്താനായിട്ട് പറ്റത്തില്ല. അതിലേക്ക് എത്തണമെങ്കിൽ ഇന്ത്യയും അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും, ഷുഗർ കെയിനും അതോടൊപ്പം തന്നെ കോണും അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ കോൺ നമ്മൾ ഉപയോഗിക്കാൻ പോയി കഴിഞ്ഞാൽ US കണ്ട പോലെ ഇവിടെയും ഈ പറഞ്ഞ പോലെ ഫുഡ് ഇൻഫ്ലേഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ അമിതമായിട്ട് ഓവറായിട്ട് ഷുഗർ കെയിൻ വെച്ചിട്ട് ഉൽപ്പാദിപ്പിച്ച് എഥനോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെയും പ്രശ്നങ്ങൾ വരും. കാരണം ഷുഗർ കെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാട്ടർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ക്രോപ്പാണ്. ഒരുപാട് ഇടങ്ങളിൽ നമുക്ക് ഷുഗർ കെയിൻ കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷനിലേക്ക് അത് വഴിതെളിക്കും എന്നുള്ളൊരു കാര്യവും അതിനകത്ത് പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആർട്ടിക്കിൾ കൺക്ലൂഷൻ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, എഥനോൾ ശരിയാണ്, നല്ലതാണ്. എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ബില്ലും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും. എന്നാൽ അതിലും ഉപരിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മറ്റു കാര്യങ്ങളുണ്ട്. കാരണം സോളാർ എനർജിയുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക, അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യാനായിട്ടായിരിക്കും നമ്മൾ ശ്രമിക്കേണ്ടത്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പെട്രോളിയം വാഹനങ്ങൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനകത്ത് പെട്രോളിന്റെ അളവ് കുറയ്ക്കാൻ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അല്ലാണ്ട് അന്തരീക്ഷ മലിനീകരണം കുറച്ച് കുറയുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നല്ലൊരു കുറവ് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ ഏറ്റവും നല്ലത് സോളാർ എനർജിയൊക്കെ ഹാർനസ് ചെയ്ത് നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനായിട്ടായിരിക്കണം രാജ്യങ്ങൾ താല്പര്യപ്പെടേണ്ടത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഥനോൾ നല്ലതാണ്, കുഴപ്പമില്ല. പക്ഷേ ഷുഗർ കെയിൻ, കോൺ ഈ രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ അതല്ലാതെ മറ്റു പല രീതികളിലൂടെ എഥനോൾ ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതും ഈ ആർട്ടിക്കിളിനകത്ത് പറയുന്നുണ്ട്. ഈ രണ്ട് രീതിയിൽ പോകുമ്പോഴേക്കാണ് ഷുഗർ കെയിൻ വാട്ടർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ക്രോപ്പാണ്. കോൺ എന്ന് പറയുന്നത് നമ്മൾ ആഹാര സാധനവും കൂടി ആയതുകൊണ്ട് ഫുഡ് ഇൻഫ്ലേഷനിലേക്കും വഴിതെളിക്കും. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ലോക രാജ്യങ്ങൾ എഥനോൾ മാത്രം ആശ്രയിച്ച് നിൽക്കാണ്ട് മറ്റീ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റിയുടെ സോളാർ പവറൊക്കെ കൂടുതൽ ഹാർനസ് ചെയ്തിട്ട് അത്തരത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പ്രധാനമായിട്ട് പറയാം. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊല്യൂഷനും കുറയ്ക്കാനായിട്ടും പറ്റും. അതുവഴി ഈ പറഞ്ഞ പോലെ നമുക്ക് ആ എഥനോൾ വഴി ഉണ്ടാകുന്ന ആ പ്രശ്നം, ഷുഗർ കെയിൻ്റെയും കോണിൻ്റെയും പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുമെന്നുള്ളതും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ഇന്നത്തെ ഈ ഒരു DNA സെഷനിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത രണ്ട് ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്